ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷ് പറയുകയാണ്, ഓ എടാ അപ്പ എന്നെ സ്നേഹിച്ചുകൊണ്ടൊരു പെണ്ണ് വന്നല്ലേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സുന്ദരനായ എന്നെ ഒരു പെണ്ണങ്ങനെ ഇഷ്ടപ്പെട്ടല്ലോ. അത് വളരെയേറെ നല്ല കാര്യം. സുന്ദരനായവരൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങൾ നോക്കും, അത് സ്വാഭാവികം. ഇതൊക്കെ കിട്ടപ്പോഴേക്കും പിന്നെ സുന്ദരൻ ആ പെണ്ണിനെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. എടാ എടാ നിനക്ക് കുശുമ്പാടാ, മുഴുത്ത കുശുമ്പ് അല്ല നിധി. ഇവന് കുശുമ്പല്ലേ, അതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട നിധിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിധി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എണീറ്റ് പോവാണ്. ഇത് കണ്ട സുധീഷിൻ്റെ കാര്യം മനസ്സിലായി. നിധിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്ന്. എടാ നോക്കിയടാ, നിധി എണീറ്റ് പോയത് കണ്ടില്ലേ? അവൾക്ക് കുശുമ്പ് വന്നു തുടങ്ങി, ദേഷ്യം വന്നു തുടങ്ങി. നീ കണ്ടോടാ, എനിക്കിത് വന്ന് കിട്ടിയ പിടിവള്ളി തന്നെയാണ്. നിധിയെ എൻ്റെ പരിധിക്ക് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് ദൈവം കാണിച്ചു തന്ന ഒരു വഴിയാണ് ഈ പെൺകുട്ടി. അതിൽ പിടിച്ച് തന്നെ നിധിയെ ഞാൻ എൻ്റെ രീതിയിൽ കൊണ്ടുവരും. എൻ്റെ നികേഷേ, എൻ്റെ ദൈവമേ, അപ്പോൾ എനിക്ക് വലിയൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് എൻ്റെ മുതുകിന് പ്രാന്തായോ. അപ്പോൾ നമ്മുടെ സുധീഷ് അവിടെ നിന്ന് പോവുകയും ചെയ്യണം. അങ്ങനെ നമ്മുടെ സുഭാഷിനെ കാണിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ ആകെ ടെൻഷൻ നടക്കുക. ആ സമയത്താണ് സുഭാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ അത് എന്താ ചേട്ടാ പറയട്ടെ, അത് ബ്രോക്കറായിരുന്നു. അപ്പോൾ എടാ സുഭാഷേ, നിന്നെ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, എന്നെ ഫോൺ എടുക്കാത്തത്. അത് പിന്നെ ഞാൻ പുറത്ത് കുറച്ച് ജോലിയിലായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ. എന്താ ചേട്ടാ? അതെ, നിൻ്റെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വരുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്കോ? പിന്നെ നിൻ്റെ വീട്ടിലേക്കല്ലാതെ പിന്നെ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റൂടാ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അയ്യോ ചേട്ടാ, അത് പിന്നെ എൻ്റെ വീട്ടിലേക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഏതായാലും ഓൾറെഡി പെണ്ണിനെ കണ്ടതാണല്ലോ, പിന്നെന്താ പ്രശ്നം? എടാ അതൊന്നും പറ്റില്ല. പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാർക്കൊക്കെ നിന്നെ കാണണം, സംസാരിക്കണം. അതിനാണ് പെണ്ണും വീട്ടുകാരൊക്കെ നിന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നത്. അതല്ല ചേട്ടാ, ഞാനേ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വലിയ പ്രശ്നമാവില്ലേ? എങ്കിൽ പിന്നെ പറയടേ ഇപ്പോൾ. അതുകൊണ്ടല്ലേ മുൻകൂട്ടി നിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. നാളെ തന്നെ അവരെത്തും കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചോളണം. വീട്ടുകാരോടൊക്കെ നിന്നെ പെണ്ണ് കാണാൻ വരുന്ന കാര്യം പറയും വിളിച്ച്. എന്നാലല്ലേ വീട്ടിൽ നാളെ എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലേ? അത് ഉണ്ടാവും ചേട്ടാ, നാളെ എല്ലാവരും ഉണ്ടാവും. എന്നാൽ പിന്നെ ഓക്കെ, നാളെ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. സുഭാഷിന് ഇത് കേട്ടപ്പോൾ മുതൽ ആകെ ഒരു വെപ്രാളം. ദൈവമേ, എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹരീഷ് ഇരുന്ന് മുരടി ചെയ്യുന്നു. ആ സമയത്ത് സുഭാഷിനെ കാണിക്കുകയാണ്. അപ്പോൾ സുഭാഷാണെങ്കിൽ ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. കഞ്ഞി അടപ്പത്ത് തിളച്ച് ഇങ്ങനെ ഒഴുകുക. ആ സമയത്താണ് നിധി വരുന്നത്. അയ്യോ സുഭാഷ് ചേട്ടാ, ഇതെന്താ സുഭാഷ് ചേട്ടാ? സുഭാഷ് ചേട്ടൻ്റെ ഏത് ലോകത്തതേ കഞ്ഞി തിളച്ച് മുഴുവൻ അടപ്പിലേക്ക് പോവുകയാണല്ലോ സുഭാഷ് ചേട്ടാ. എന്ത് പറ്റി സുഭാഷ് ചേട്ടാ? ഒന്നുമില്ല മോളെ, എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഒന്നുമില്ല മോളെ, എനിക്കൊരു ടെൻഷനും ഇല്ല. അപ്പോഴേക്കും നികേഷ് വരിക. അപ്പം നികേഷ് വന്നിട്ട് സുഭാഷിനോട് ചോദിക്കുകയാണ്, ഏട്ടാ അതെ എനിക്ക് ലഞ്ച് എടുത്താ ഏട്ടാ. എന്താ ടേസ്റ്റ് ചെയ്യണമെന്നാ? നോക്കടാ, ഇന്ന് ടേസ്റ്റ് നോക്ക്. സുഭാഷ് ചേട്ടന് ഇത് എന്താ പറ്റിയത്? അല്ല, നിനക്ക് കറി ടേസ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? ഇന്ന് കറി ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അല്ല, ഞാൻ ലഞ്ച് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അയ്യോ എടാ മോനെ, അതെ ഞാനേ കഞ്ഞി വാർത്തില്ല. പിന്നെ എങ്ങനെയാ എന്ന് പറഞ്ഞപ്പോഴേക്കും സുഭാഷ് ചേട്ടാ എന്താ പറ്റിയത്? അപ്പം നിധിയാണെങ്കിൽ ഞാനിത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ പറ്റിയെന്ന് ഒരു പിടുത്തവും ഇല്ല. സുഭാഷ് ചേട്ടൻ എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഹരീഷും വരികയാണ്. ഇത് കുറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. സുഭാഷ് ചേട്ടൻ ഇവിടെയെങ്ങും അല്ല ആള്, വേറെ എവിടെയൊക്കെയോ ചിന്തയാണ്. എടാ മോനെ, ഞാനിപ്പോൾ തന്നെ ഭക്ഷണം എടുത്ത് തരാം. അത് സുഭാഷ് ചേട്ടാ, ഞാനേതായാലും പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അങ്ങോട്ട് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും നിധിയാണെങ്കിൽ ഞാൻ കഞ്ഞി വാർത്തോളാം. വേണ്ട മോളെ, ഞാൻ തന്നെ കഞ്ഞി വാർത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് കഞ്ഞി വാർത്തുമ്പോൾ നികേഷും പറയാണ്, എങ്കിൽ ഞാനും പോവാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷും അങ്ങോട്ട് ഹാളിലേക്ക് പോവാണ്. അപ്പോൾ നിധി സുഭാഷിനെ തന്നെ നോക്കിയിട്ട്, സുഭാഷ് ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ സുഭാഷ് ചേട്ടാ, എന്തായാലും നമുക്ക് പരിഹരിക്കാമല്ലോ. ഇല്ല മോളെ, ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല മോള് ചെല്ല്. അങ്ങനെ കഞ്ഞി വാർക്കാം. അങ്ങനെ നിധിയാണെങ്കിൽ അങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്യണം. അങ്ങനെ ഹാളിൽ നമ്മുടെ ഹരീഷ് ഒന്നും കൂടി ഒന്ന് കാണാടി നോക്കി ഒന്ന് സെറ്റപ്പ് ആകുക. ആ സമയത്ത് സുധീഷ് ഓടി വന്നിട്ട്, എടാ ഹരീഷേ, നിന്നെ നികേഷ് വിളിക്കുന്നു. ആണോ? എന്താണ് നികേഷേ? എന്ത്? എനിക്ക് ബുക്ക് എടുത്ത് വെക്കാനും പാടില്ലേ? ഇയാളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ സുധീഷാണെങ്കിൽ കണ്ണാടി നോക്കി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് മാറി നിൽക്കടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
രണ്ടുപേരും കിടന്ന് കാണിക്കുന്ന കാട്ടായം കണ്ടില്ലേ? ഓ കുഞ്ഞു കുട്ടിയാന്ന വിചാരം. അപ്പോൾ ദേ നിധി വരുന്നു. അപ്പോൾ നിധിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിധിയോട് ചോദിക്കുകയാണ്, അതെ ഈ ഷർട്ട് എങ്ങനെയുണ്ടടാ നിധി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഷർട്ട് ഞാനല്ലേ മേടിച്ചു തന്നു. അപ്പോൾ പിന്നെ കൊള്ളാലോ. ആ കൊള്ളാം അല്ലേ? അങ്ങനെയാണെങ്കിലേ ഞാൻ ഈ ഷർട്ട് ഇട്ട് സുന്ദരനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അവിടുത്തെ എവിടേക്കാണെന്ന് പറയാവോ? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം എവിടേക്കാണെന്ന്? പറ, സുധീഷേട്ടൻ തന്നെ പറ, എങ്ങോട്ടാണ് പോകുന്നത്? അത് ഞാൻ നിധി ചോദിച്ചാൽ മാത്രമേ പറയുള്ളൂ. നിധി പറ, നിധിക്കറിയാൻ താല്പര്യമുണ്ടോ? നിധി പറ. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കേ. ഞാനെന്തിനാണ് നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുന്നത്? നിങ്ങളെപ്പോഴും ജോലിക്കല്ലേ പോകുന്നത്? ആ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശരിയാ, ഞാൻ ഇന്നും ജോലിക്കാണ് പോകുന്നത്. പക്ഷേ ഇന്ന് ജോലിക്കല്ല പോകുന്നത്. അപ്പോഴേക്കും ബാക്കി പിന്നെ എങ്ങോട്ടാണ് താൻ പോകുന്നത് എന്നൊക്കെ ഹരീഷൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോകുന്നത് ആ കിളിയെ കാണാനായിട്ട്. കിളിയോ? ഏത് കിളി? ആ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന ആ പെൺകുട്ടിയെ കാണാനായിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്നെ തേടി, അതായത് എന്നെ പോലൊരു സുന്ദരനെ തേടി ഒരു പെൺകുട്ടി വന്നിരിക്കുകയല്ലേടാ. അപ്പോൾ എനിക്ക് പോയി കാണണ്ടേ? ഇങ്ങനെ എന്ത് പൊട്ടത്തരമൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്. ഇതൊക്കെ കേട്ട നിധിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതെ, ഞാനേ ആ തുമ്പിക്കിളിയെ കാണാനായിട്ട് പോവാണെന്ന് പറയാണ്. തുമ്പിക്കിളിയോ? അതെന്ത് കിളിയാണ്? ആ കിളി എന്താണെന്നേ നിന്റെ ഏട്ടത്തിയോട് ചോദിക്കേ, ഏട്ടത്തി പറഞ്ഞു തരും. ഏട്ടത്തി എന്താ ഏട്ടത്തി ആ കിളി? അപ്പം നമ്മുടെ നിധിയാണെങ്കിൽ നികേഷിനെ കണ്ണും പിടിച്ച് നോക്കുക. അങ്ങനെ നിധി നേരെ ഓടി സുധീഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കൈ അങ്ങോട്ട് പിടിച്ച് തിരിച്ച് കുനിച്ച് നിർത്തി പടക്ക് ഞാൻ പറയണോ അതെന്താണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണോന്ന്. പക്ഷേ ഇത് നിധിയുടെ വെറും സ്വപ്നം മാത്രമായിരുന്നു. അപ്പോൾ നിധി എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ നികേഷേ, നമുക്ക് പോയാലോ? ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പോകേട്ടതി, നമുക്ക് പോകാം. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സുധീഷാണെങ്കിൽ ദേഷ്യം വന്നു തുടങ്ങി. ഇതാണല്ലോ പറ്റിയതൊക്കെ നിധി. നിന്നെ ദേഷ്യം പഠിപ്പിച്ച് നിൻ്റെ മനസ്സിലുള്ളത് മുഴുവനും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. എന്നിലേക്ക് നിന്നെ ഞാൻ അടുപ്പിക്കും എൻ്റെ പൊന്ന് നിധിയേ എന്ന് പറഞ്ഞ. പക്ഷേ സുഭാഷ് ആണെങ്കിൽ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും അടുത്തേക്ക് വരികയാണ്. എടാ സുധീഷിത് എങ്ങോട്ടാണ് പോയത്? എന്താ പറ്റിയത്? ആർക്കറിയാം, ഏതോ പെൺകിളിയെ കാണാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാ. ഏട്ടത്തിയെ ദേഷ്യം പിടിപ്പിക്കാനാണെന്ന് തോന്നുന്നത്. ഇയാളെ നന്നാവില്ല. ഇനി എന്തെല്ലാം വരുത്തിക്കൂട്ടി വെക്കാനാണെന്ന് ആർക്കറിയാം. സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ സുധീഷാണെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ പെണ്ണ് അവിടെയുണ്ട്. സുധീഷ് ഇടക്കാ പെണ്ണെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടാ കണ്ടില്ല അവളുടെ ഒരു ഇളി? നീ ഇളിച്ചിട്ടെന്ന് ഒരു കാര്യമില്ല മോളെ. ഞാൻ നിന്നോട് സംസാരിക്കും, നിന്നെ വീഴ്ത്താനൊക്കെ ശ്രമിക്കും. പക്ഷേ അതെൻ്റെ നിധിക്ക് വേണ്ടിയാ. എൻ്റെ നിധി എന്നിലേക്ക് അടുക്കണം, എന്നിലേക്ക് തന്നെ വരണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് ഇറങ്ങിയത്. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എൻ്റെ പൊന്നു പെണ്ണേ എന്നൊക്കെ. പക്ഷേ നികേഷും വരുന്നില്ലല്ലോ, എന്താ വരാത്തത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നിധിയും നികേഷും കൂടി വരിക. കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധീഷ് ആ കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച് ഇടക്കാപ്പെണ്ണിനെ നോക്കുന്നുണ്ട്. പെണ്ണാണെങ്കിൽ സുധീഷിൻ്റെ മുഖത്ത് കണ്ണെടുക്കുന്നില്ല. കണ്ണ് ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ നികേഷ് വരികയാണ്. നികേഷ് ആകെ സങ്കടപ്പെട്ട്, എന്തിനാ നികേഷ്, നിനക്കെന്ത് ഇത്ര സങ്കടം? എന്നാലും എൻ്റെ ഏട്ടത്തി ആ പെണ്ണ് അങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല. പോട്ടേടാ നിനക്ക് അതിനേക്കാളും നല്ല പെണ്ണിനെ കിട്ടും. പിന്നെ കിട്ടും ഇപ്പം കിട്ടും. ഏട്ടത്തി അങ്ങോട്ടൊന്ന് നോക്കിയേ. അപ്പോൾ നോക്കുമ്പോൾ സുധീഷ് കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു പോസ്റ്റിൽ ഇങ്ങനെ ചാരി നിൽക്കുക. ഇത് കോമാളിത്തരം. എൻ്റെ ഏട്ടത്തി ഇത് കൈവിട്ട് പോയെന്ന് തോന്നുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വന്ന് സുധീഷിൻ്റെ മുന്നിൽ നിൽക്കുക. അപ്പോൾ സുധീഷ് ഓടി വന്നിട്ട് എടാ നികേഷേ, നീ വന്നോടാ നികേഷേ, നീ എപ്പോഴാണ് വന്നത്? അയ്യോ ഒന്നും കാണാത്ത പോലെ. താൻ ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റടോ, അപ്പോൾ തനിക്ക് കണ്ണ് കാണും. എടാ എനിക്ക് കണ്ണൊക്കെ കാണാടാ. അയ്യോ നിധിയും ഉണ്ടായിരുന്നോ? അയ്യോ നിധി, ഞാൻ നിധിയെ ശ്രദ്ധിച്ചില്ല നിധി. എന്നെ കാണാൻ വേണ്ടി ആ പെൺകുട്ടി വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്തെ നിധി വന്നതായിട്ട് ഞാൻ അറിഞ്ഞു പോലുമില്ല. അതെ നല്ല രസമുണ്ട് കാണാൻ. എന്താ തൻ്റെ കണ്ണിന് വല്ല കണ്ണിക്കേടുണ്ടോ? കണ്ണിക്കേടോ? അതെനിക്കിഷ്ടപ്പെട്ടു, ആ പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം ഞാൻ പറഞ്ഞപ്പോഴേക്കും അതെ എന്നെപ്പോലൊരു സുന്ദരനെ കാണാൻ വേണ്ടി ആ പെൺകുട്ടി ഇങ്ങനെ കാത്തു നിൽക്കുക. ഞാൻ ആ പെണ്ണിനോട് പോയി സംസാരിക്കാൻ പോവാ. സംസാരിക്കേ, എന്ത് വേണേലും ചെയ്യ്. അതിനിപ്പോൾ ഇതിന് എന്നോട് പറയുന്നത്. ഓ മനസ്സിലായി, നീതിക്ക് കുശുമ്പാണല്ലേ? കുശുമ്പോ?
എനിക്കോ? ഞാനെന്തിനാ നിങ്ങളുടെ ഇതിൽ കുശുമാണിക്കുന്നത്? അതിന് ഞാനും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? ആ, അത് ശരിയാ, നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ആ പെണ്ണിനോട് പോയി സംസാരിക്കുന്നത്. ആ, അപ്പം ഞാൻ സംസാരിച്ചിട്ടേക്ക് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷാണെങ്കിൽ നേരെ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നികേഷ് ആണെങ്കിൽ ഏട്ടത്തി അത് കണ്ടോ ഏട്ടത്തി, അല്ലെങ്കിലേ പഞ്ചാരയാ. ഇപ്പോൾ ആ പെണ്ണിനോട് പോയി സംസാരിക്കാനും കൂടി പോയിരിക്കുകയാണ്. കല്യാണം കഴിച്ചെന്നുള്ളൊരു വിചാരം പോലും ഇല്ല അയാൾക്ക്. ഏട്ടത്തി പോയി പറയട്ടത്തി, സുധീഷേൻ്റെ ഭാര്യയാണ് ഏട്ടത്തിയെന്ന്. ഞാൻ എന്തിനാ പറയുന്നത്? സുധീഷിന് അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. അതുകൊണ്ടല്ലേ, ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലാത്തത് കൊണ്ടല്ലേ സുധീഷ് ആ പെണ്ണിനോട് സംസാരിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ ആ പെണ്ണിൻ്റെ മുന്നിൽ ചെല്ലുകയാണ്. അതെ, കുട്ടിക്ക് എന്നെ കാണണമെന്നും കുട്ടിക്ക് എന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്നും നികേഷ് പറഞ്ഞു. എന്താ കുട്ടിക്ക് എന്നോട് പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ വളവളാന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. കുട്ടിയുടെ പേരെന്താണ്? എൻ്റെ പേര് ഗായത്രി. ആ, കൊള്ളാം, നല്ല പേരാണ്. കുട്ടി എന്നും ബസ്സിലാണ് പോകുന്നത്? അതെ, ഞാൻ എന്നും ബസ്സിലാണ് പോകുന്നത്. അപ്പം നിധി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. നിധി രൂക്ഷമായിട്ട് നോക്കുന്നത്. ആ നോക്കുന്ന നമ്മുടെ സുധീഷ് കാണുന്നുണ്ട്. ആ, നോക്കുന്നുണ്ട്. മുഖത്ത് നല്ല ദേഷ്യവും വരുന്നുണ്ട്. അപ്പോൾ കുട്ടി വേണമെങ്കിൽ ഞാൻ കുട്ടിയെ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ ബസ്സിന് പോയിക്കോളാം. ആ, എനിക്കിഷ്ടപ്പെട്ടു ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി. കുട്ടി പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഒരാൾ ചോദിക്കുമ്പോൾ തന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അത് അത്ര നല്ല ശീലമൊന്നുമല്ല. ഏതായാലും കുട്ടി ബസ്സിന് പോയിക്കോളാന്ന് പറഞ്ഞല്ലോ. ഏതായാലും ബസ് വരുന്നവരെ ഞാൻ കാവൽ കെട്ടി നിൽക്കാം. ആ നയ കുഴപ്പമില്ല. നിധിക്ക് ഇതൊക്കെ കണ്ടിട്ട് ദഹിക്കുന്നില്ല. അപ്പം നിധിയാണെങ്കിൽ ഓട്ടോ എന്ന് വിളിച്ചിട്ട്, നഗേഷേ ഞാൻ ഓട്ടോയ്ക്ക് പോവുക, നീ വരുന്നുണ്ടോ? ഇല്ല ഏട്ടത്തി, ഞാൻ ബസ്സിന് വന്നോളാം. ആ, എങ്കിൽ പിന്നെ ഞാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് നിധി കയറി പോവാണ്. അപ്പം നമ്മുടെ സുധീഷിന് മനസ്സിലായി, നിധിക്ക് കുശുമ്പും മൂത്ത് ദേഷ്യവും വരുന്നൊക്കെ തുടങ്ങുന്നുണ്ട്. ഇനിയാണ് നീതി എൻ്റെ മുന്നിലേക്ക് തന്നെ വരുന്നത്, ഞാൻ കൊണ്ടുവരും. അങ്ങനെ സുധീഷ് നേരെ നികേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കണ്ടോ? ഓ, കണ്ടു, നിങ്ങൾക്കൊരു പണിയില്ല കേട്ടോ. അപ്പോൾ നികേഷ് ഏട്ടത്തിയെ വീഴ്ത്താൻ വേണ്ടി ഇയാളത് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ നികേഷ് ചിന്തിക്കാം. പിന്നീട് കാണിക്കുക നമ്മുടെ സുഭാഷിനെയാണ്. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ നിധിയുടെ ഓഫീസിന് മുന്നിൽ പോയി നിന്നിട്ട് നിധിയെ വിളിക്കാം. നിധി അപ്പോൾ വരികയാണ്. എന്താ സുഭാഷ് ഏട്ടൻ എന്താ എന്നോട് വരണമെന്ന് പറഞ്ഞത്? അത് പിന്നെ മോളോടൊരു കാര്യം പറയാൻ വേണ്ടിയാ. തിരക്കുണ്ടോ? ഇല്ല സുഭാഷ് ഏട്ടാ, പറഞ്ഞോ. അത് പിന്നെ എന്താ സുഭാഷ് ഏട്ടൻ എന്താ പറയാനുള്ളത്? എന്താണെങ്കിലും പറഞ്ഞോ. എന്താ എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണ്? അതൊന്നുമല്ല, അത് മോളെ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പെണ്ണും കൂട്ടുകാരൊക്കെ വരുമെന്നും പറയാ. ഇത് കഴിഞ്ഞപ്പോഴേക്കും സത്യമാണോ? അത് ശരി, അത് നല്ല കാര്യമാണല്ലോ സുഭാഷ് ഏട്ടാ. എന്നിട്ട് സുഭാഷ് ഏട്ടൻ എന്ത് നേരത്തെ പറയാതിരുന്നത്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലീവ് എടുക്കുമായിരുന്നില്ലേ? എന്താ പറയാതിരുന്നത്? അത് പിന്നെ മോളെ, അത് പിന്നെ ഞാൻ പെണ്ണിനെ ഓൾറെഡി കണ്ടിരുന്നു. കണ്ടിരുന്നോ? അത് ഞാൻ പെണ്ണിനെ പോയി കണ്ടായിരുന്നു. എപ്പോ? സുഭാഷ് ഏട്ടൻ ഒറ്റക്കാണോ പോയി കണ്ടത്? അതെ, ഞാൻ ഒറ്റക്ക് തന്നെ പോയി കണ്ടതെന്ന് പറയാ. എന്നിട്ട് സുഭാഷ് ഏട്ടൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. സുഭാഷ് ഏട്ടൻ ആൾ കൊള്ളാലോ. അത് പിന്നെ മോളെ, അവരാണ് വീട്ടിലേക്ക് വരുന്നത്. എനിക്ക് എങ്ങനെ ഇതൊക്കെ സുധീഷിനോടൊക്കെ പറയണമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് മോള് തന്നെ ഇതൊന്ന് പറഞ്ഞേക്കണം. അതിനെന്താ സുഭാഷ് ഏട്ടാ, ഞാൻ തന്നെ പറഞ്ഞോളാം. അല്ല, അവരൊക്കെ എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്? അത് ഉച്ച കഴിയുമ്പോഴാണ് വരുന്നത്. എങ്കിൽ പിന്നെ ഞാൻ ആ സമയത്ത് കൃത്യസമയത്ത് എത്തിക്കോളാം, ലീവ് എടുത്തിട്ട്. കേട്ടോ സുഭാഷ് ഏട്ടാ? ശരി മോളെ, എങ്കിൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് പോവുകയാണ്. നിധിയാണെങ്കിൽ സന്തോഷം കൊണ്ട് നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.